അപ്പോഴേ പഠിക്കാൻ തീരുമാനിച്ച്. വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലോ PSC പഠിക്കാൻ ഇഷ്ടമാണ്. ഡയറ്റീഷ്യൻ കോഴ്സ് അങ്ങനെയൊക്കെ, അതൊക്കെയാണ് എൻ്റെ സ്വപ്നം. ഡയറ്റീഷ്യൻ കോഴ്സ്, സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ്, യൂട്യൂബ്, അതൊക്കെ. ഇതിലിപ്പോൾ എനിക്ക് PSC പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളെന്ന് പറയുന്നത് ടാരോ റീഡിങ്ങും യൂട്യൂബും ആയിരിക്കും. ബാക്കിയെല്ലാം ഒന്ന് സൈഡാക്കിയിട്ട് ഇത് പഠിച്ച് PSCയും പഠിച്ചിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ അതിന് ശേഷം വേണമെങ്കിൽ ലീവ് എടുത്തോ അല്ലെങ്കിൽ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കോഴ്സും ഫാഷൻ ഡിസൈനിങ്ങും എല്ലാം പറ്റുമെങ്കിൽ പഠിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ വാക്കിന് വില വരണമെങ്കിൽ ഞാൻ ഇൻകം ഉള്ള ആളായിരിക്കണം എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതായത് എനിക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വോയിസ് ഉള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. ഇല്ലെങ്കിൽ ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു. 3 നേരം ഭക്ഷണം കിട്ടും, ഒരു കുഴപ്പമില്ല, ഡ്രസ്സ് കിട്ടും, കിടന്നുറങ്ങാം, ഫോണിൽ ഡ്രാമയും കണ്ട് യൂട്യൂബും കണ്ട് കുറേ ടാരോ റീഡിങ്ങും കണ്ട് ചുമ്മാ ഇരുന്നാൽ മതി. കുറച്ച് ടാരോ റീഡിംഗ് ഒക്കെ ചെയ്ത് ചുമ്മാ ഇരുന്നാൽ മതി. പക്ഷേ പിന്നെ യൂട്യൂബ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഈ യൂട്യൂബും ഒക്കെ ഞാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെ ഇതാണെന്ന് എൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ PSC പഠിക്കാം. ഈ PSC പഠിച്ച ഉടനെ ജോലിയോടെ എടുത്ത് വെച്ചേക്കണമെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പഠിച്ച് നോക്കാം, കിട്ടിയാൽ പോകാൻ താല്പര്യം അപ്പോൾ ഉണ്ടെങ്കിൽ പോകാം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം ഇതല്ല. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു, എന്നിട്ട് ഞാൻ അത് പ്രൈവറ്റ് ആക്കി, അതുകൊണ്ട് അതിൽ വ്യൂ കയറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു സ്റ്റേജ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ബോറ്. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എണീക്കുക, രാവിലെ എല്ലാം കുറച്ച് താമസിച്ച് ഉറക്കം എണീക്കുക, അടുക്കള ജോലി ചെയ്യുക, കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, ഉറക്കം എടുക്കുക, യൂട്യൂബ് ഫോൺ കാണുക, വീണ്ടും അടുക്കള ജോലി ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പോൾ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയാലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണം. വെറുതെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകണം, അല്ലെങ്കിൽ ബ്രദർ കൊണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അവൻ എക്സാം ആയതുകൊണ്ട് പറ്റൂല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കണം. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. പോയി ബുക്ക് സ്റ്റോളിൽ പോയി ബുക്ക് അന്വേഷിച്ചു. ആ ബുക്ക് അവിടെ വന്നിട്ടില്ല, വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് ശാരദ ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞ് ഈസ്റ്റ് കോട്ടിൽ പഴവങ്ങാടിയിൽ ഒരു ബുക്ക് സ്റ്റോളുണ്ട്, അവിടെയാണ് പോയത്. പിന്നെ അവിടെ നിന്ന് പോയി ഫലൂഡ കുടിച്ചു. ഫലൂഡ അല്ല, ഒരു ഷാർജ ഷേക്ക് സ്ട്രോബെറിയുടെ കുടിച്ചു. ജലദോഷമായിരുന്നു, പക്ഷേ ഞാൻ കുടിച്ചു. എനിക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു. സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് വാങ്ങിച്ചില്ല. ഇവിടെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട് വൈകിട്ട് ചായക്ക് കഴിക്കാൻ, പിന്നെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ റംബൂട്ടാനും കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് ഒരു ഓട്ടോ പിടിച്ച്, ഓട്ടോയിൽ അങ്ങോട്ട് പോയി ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നു. ഒരു ഓട്ടോ പിടിച്ച് തിരിച്ചു വന്നു. ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. കുറച്ച് നേരം കിടന്നിട്ട് പോയി ചായയൊക്കെ ഇട്ട് അങ്ങ് വരും. ചായയൊക്കെ കുടിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഫുൾ ടൈം നമുക്ക് പഠിക്കാം, അതാണ് നല്ലത്. എക്സാമിൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്, LSGI. അപ്പോൾ അതിൻ്റെ മെയിൻസിൻ്റെ ബുക്കിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒരു ബുക്ക് വന്നിട്ടേ ഇല്ല, ഇറങ്ങിയിട്ടില്ല, ഉടനെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ.
അപ്പോൾ ഞാൻ വിളിച്ച് നമ്പറുണ്ട് എൻ്റെ കയ്യിൽ, അവിടെ നിന്നാണ് ബുക്ക് വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാൽ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അത് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ആ എക്സാം വരണത് തന്നെ നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ ജൂലൈ ആയതേ ഉള്ളൂ സ്റ്റാർട്ടിങ്, ഫസ്റ്റ് വീക്ക്. ഇനി എക്സാം വരണത് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം എക്സാം ഉള്ളൂ. പ്രിലിംസും കഴിഞ്ഞ് മെയിൻസിൻ്റെ 2 പേപ്പർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയി ചോദിച്ചത്. കാരണം എനിക്കിപ്പോഴേ പഠിച്ചാലേ അതൊക്കെ കിട്ടുള്ളൂ, പെട്ടെന്നൊന്നും തലയിൽ കയറില്ല. നന്നായിട്ട് പഠിക്കണം, അറിയാമല്ലോ, ഒന്നും അത് താല്പര്യമില്ല. അതിൻ്റെ കൂടെ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ നല്ല ഡീപ്പായിട്ട് പഠിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചതാണ്. ഇന്ന് തന്നെ പോകണമായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്ന് പുറത്ത് പോകാൻ മനസ്സ് തോന്നിയുകൊണ്ട് അതിനും കൂടെ വേണ്ടിയിട്ട് ഇതും കൂടെ അങ്ങ് അന്വേഷിച്ചതന്നേ ഉള്ളൂ. പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യയുടെ തന്നെ എനിക്ക് ഡിഗ്രി ലെവലിൻ്റെ ഒരു റാങ്ക് ഫയലുണ്ട്, 4 ബുക്കുള്ള ഒരു 5000 പേജെങ്കിലും വരും. അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യം അത് പഠിക്കാം. അത് പഠിച്ച് തീരുമ്പോഴത്തേക്ക് പ്രിലിംസ് ഇങ്ങ് എത്തിക്കോളും. അപ്പോഴത്തേക്ക് മെയിൻസിനുള്ള ബുക്കും ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോലി കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, ഒരുപാട് പ്ലാനുകളുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കഞ്ഞി കുടിച്ച് പോകാനുള്ള ഒരു വകയൊക്കെ ദൈവം സഹായിച്ച് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും ജോലി കിട്ടിയാൽ കുഴിമന്തി കഴിച്ച് കിടക്കാം, അതാണ് അവസ്ഥ, അതാണ് സാഹചര്യം. അതായത് നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാം, മിഡിൽ ക്ലാസ്സിൽ നിന്ന് അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് പോവും, സാമ്പത്തികമായി ഉയരും. പിന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും അവരെ പ്രോബ്ലമൊക്കെ കേട്ട് പരിഹരിക്കാനും ഒക്കെ പറ്റണ ഒരു എക്സാമാണ്, ഗസറ്റഡ് പോസ്റ്റിലുള്ള എക്സാമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് പഠിക്കാമെന്നാണ് വിചാരിക്കണത്. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നോക്കാം, പഠിക്കാം, അത്രയേ ഉള്ളൂ. ഇന്നിന് പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളില്ല, കുറച്ച് റംബൂട്ടാനും മാങ്ങയൊക്കെ കഴിക്കണ വിശേഷങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം. റംബൂട്ടാൻ അവിടെ ഒരു ബാത്റൂമുണ്ട്, അത് പൊളിക്കുവാണ്. ബാത്റൂം അവിടെ തന്നെ, അത് ആ ഡോർ എടുക്കാനല്ലേ, അവിടെ ബാത്റൂമുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ, ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ആ വാഴയുടെ ഇടയിൽ അവിടെയാണ് ആ ബാത്റൂം ഉള്ളത്. കണ്ടുകൂടാ, അവിടെ അത് പൊളിക്കുവാണ്. ഞാൻ ഫുള്ള് പൊളിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞിലെ തൊട്ട് കുളിക്കുന്നതും ബാത്റൂമും ഒക്കെ അവിടെയാണ്. പിന്നെയാണ് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് മാറിയത്. അപ്പോൾ ഇനി അവിടെ ഒരു കുഞ്ഞു വീടും കൂടെ ഉണ്ട്, അതിനെയും കൂടെ ഇടിച്ചു കളഞ്ഞാൽ കുഞ്ഞുനാളിലെ മെമ്മറീസൊക്കെ മാറുകയാണ്. ഇതാ വീട്, ആ ബ്ലൂ കളറാണ് വീട്, ആ ബ്ലൂ കളർ കാണുന്നുണ്ട്, അതാണ് വീട്. അപ്പോൾ അത് മിക്കവാറും അത് ഇപ്പം ഇടിക്കില്ല. എനിക്ക് ജോലി കിട്ടി അവിടെ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ഇടിച്ച് കളയുക. ഈ വാഴയുടെ ബാക്കിലാണ് ആ ബാത്റൂം. അപ്പോൾ അത് പോവുകയാണ്, ആ ബാത്റൂം ഇടിച്ച് കളയുകയാണ്. പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മെമ്മറിയൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പഠിക്കാം. ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഞാൻ ഇന്ന് ബുക്കിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് പോയി, അവിടെ ബുക്ക് ഇറങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കമാണ്, ഇന്നാണ് തുടങ്ങുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും, ഇടയ്ക്കിടയ്ക്ക് നിർത്തും, എന്നാലും ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചു. അവിടെയായിരുന്നു ആ ബാത്റൂം, കണ്ട ആ ഹോള് പോലത്തെ, അവിടെയാണ് പൊട്ടിക്കുന്നത്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടാവും, 8 മണിയാവാറായിട്ടുണ്ട്. ഞാൻ ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. തക്കാളി മുറുക്ക് ഉണ്ടല്ലോ, അറിയാമോ എന്നറിയില്ല, എന്തായാലും തക്കാളി മുറുക്കുണ്ട്. അങ്ങനെ കുറച്ച് സ്നാക്സ് ഉണ്ട്, അതിൽ തക്കാളി മുറുക്കും കൂട്ടി കഴിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജ് പഠിച്ചു, എത്രത്തോളം ഓർമ്മയുണ്ടെന്നൊന്നും ഞാൻ നോക്കുന്നില്ല, ജസ്റ്റ് പഠിച്ചു പോകുന്നേ ഉള്ളൂ. ഇത് ഇനി ഇതിൻ്റെ ഈ 2 മാസം കഴിഞ്ഞിട്ട്, അതായത് ബ്രദറിൻ്റെ എക്സാം കഴിഞ്ഞിട്ട്
അതുവരെ മിക്കവാറും ഞാൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങനെ എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിരിക്കും എടുക്കാൻ സാധ്യത. ബ്രദറിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ദിവസം ജോലിയാണെങ്കിൽ ഒരു ദിവസം ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ആ ഫ്രീ ടൈമുള്ള ദിവസം ഒരു 8 അവേഴ്സ് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു 3 അവേഴ്സ് GK, 3 അവേഴ്സ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അങ്ങനെ എന്തെങ്കിലും, 2 അവേഴ്സ് റിവിഷൻ. പഠിച്ചത് തന്നെ റിവൈസ് ചെയ്യുക, പിന്നെ എക്സാമൊക്കെ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാൻ വിചാരിച്ചു. പിന്നെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇനി ഇത് കഴിച്ചിട്ട് ടാരോ റീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ ഇത് പഠിക്കുകയോ ചെയ്യണം. PSC ഇപ്പോൾ തൽക്കാലം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ അത് പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ എടുത്തു വെച്ചിരുന്ന ജോഗ്രഫിയാണ്, പക്ഷേ അതിനും കുറച്ചുകൂടി ഒരു കാംനെസ് വേണം മൈൻഡിന്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, അറിയാമെന്നുള്ള സബ്ജക്റ്റാണ്. സയൻസ്, അപ്പോൾ ഇത് ആദ്യം തീർക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഞാൻ പഠിക്കുന്നത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും വ്ളോഗ് നിർത്തില്ല. കരിയറായിട്ട് PSC ആണ് എടുക്കണമെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തു പോകും. ഒരു മെമ്മറിക്ക് വേണ്ടി കിട്ടുമല്ലേന്ന് അറിയാമല്ലോ നമുക്ക്. പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും അല്ല പോയി പഠിക്കണം, എൻ്റെ സെൽഫ് സ്റ്റഡിയാണ്. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ആപ്പ് ഏതെങ്കിലും നല്ലത് നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ അത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് ആപ്പാണ് ജോയിൻ ചെയ്തതെന്ന് ഞാൻ പറയാം. തൽക്കാലം ചെയ്തിട്ടില്ല, ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിക്കറി, മുട്ട പുഴുങ്ങിയത്, പുട്ട്. അപ്പോൾ അതാണ് രാത്രി ഡിന്നർ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കുക. PSC വ്ളോഗായിരിക്കും ഇനി കൂടുതൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പഠിക്കണം അത്രയും ടൈം വരെയും തീരുമാനം മാറുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് PSC പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാം കൂടി ചേർത്തൊരു വ്ളോഗായിട്ടായിരിക്കും വരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇന്ന് ഞാൻ പുറത്ത് പോയല്ലോ. എൻ്റെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ തൊട്ട്, രാവിലെ അല്ല എപ്പോഴാണോ ഉറക്കമൊഴിക്കണം, ഞാൻ എണീക്കുമ്പോൾ 10-11 മണിയാവും. ആ ഉറക്കമൊഴിക്കുന്ന സമയം തൊട്ട് ഞാൻ അടുക്കള ജോലി ചെയ്ത് പിന്നെയും കുറച്ച് 2 മണിക്കൂർ എങ്ങാനും ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയാൽ റെസ്റ്റ് ചെയ്ത് പിന്നെയും അടുക്കള ജോലി ചെയ്ത് പിന്നെ ടാരോ റീഡിങ് കണ്ട് കിടന്നുറങ്ങുക. ഇതായിരുന്നു എൻ്റെ ഒരു പതിവെന്ന് പറയുന്നത് കുറച്ച് നാൾ കൊണ്ട്. ബ്രദറിന് എക്സാം ആയതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ. അപ്പോൾ എനിക്കൊരു സ്ട്രെസ്സ് പോലെ വന്നപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോയി ഒരു ഷാർജ ഷേക്കൊക്കെ വാങ്ങിച്ച് കുടിച്ച്, ഒരു സ്ട്രോബെറിയുടെ ഷേക്കൊക്കെ വാങ്ങിച്ച് കുടിച്ച് ആ കടയിൽ നിന്ന് ഇറങ്ങണ സമയത്ത്, നിങ്ങൾക്ക് കട പറഞ്ഞാൽ അറിയായിരിക്കും, എന്നാലും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭിക്ഷ എടുക്കണ ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ പ്രായം അതിന് വരില്ല, ഒരു 20 വയസ്സൊക്കെ വരുള്ളൂ, എനിക്കൊരു 30 വയസ്സുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. കൈക്കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു വയസ്സ് ആയിട്ടില്ല, അതിനേക്കാൾ ചെറുതാണ്, ഒരു 6 മാസം എങ്ങാനും വരും. എഴുന്നേറ്റ് നടക്കാൻ പോലും ആയിട്ടില്ല ആ കുഞ്ഞ്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആ കടയിൽ നിന്ന് ഷാർജ ഷേക്ക് കുടിച്ചത് 80 രൂപയാണ്. തിരുവനന്തപുരത്ത് പഴയ രാമചന്ദ്രൻ്റെ അടുത്തുള്ളൊരു കടയാണ്, ഞാൻ ഏതെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ ആ കടയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്തോ സ്നാക്സ് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജസ്റ്റ് അവിടെ വച്ച് പുറത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് 20 രൂപ എടുത്ത്, അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കെന്തോ കാശ് കൊടുക്കണമെന്ന് തോന്നി. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, ഭിക്ഷാടനമൊക്കെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്നാലും എനിക്കങ്ങനെ കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 500-ഉം 200-ൻ്റെ നോട്ടായിരുന്നു. അപ്പോൾ അതിൽ 500 കൊടുക്കാനുള്ള നിവൃത്തി എനിക്കില്ലാത്തത് കൊണ്ട് ഒരു 200 രൂപ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഹിന്ദിയിലൊക്കെ, ഹിന്ദിക്കാരിയാണെങ്കിലോ എന്ന് കരുതി ദോസോ എന്നൊക്കെ പറഞ്ഞ് 200 എന്നൊക്കെ പറഞ്ഞ് 200 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് വന്നു. കാരണം അത് 10 രൂപ എങ്ങാനും ആണെന്ന് വിചാരിച്ച് ഇനി ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണ്ടെന്ന് കരുതി, കാരണം അതിന് നഷ്ടം വരില്ലേ, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് ഒന്ന് ഇതാക്കിയിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നിയതൊന്നുമില്ല, തോന്നിയത് ഇത്രയേ ഉള്ളൂ. ഞാൻ
ഇന്ന് ജൂലൈ 8-ാം തീയതിയാണ് 2026. ചെറിയ ജലദോഷമുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റു, രാവിലെ അല്ല 11 മണിയായെന്ന് തോന്നുന്നു. എണീറ്റു, പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ചോറും കറിയൊക്കെ വയ്ക്കാനുള്ളതിൽ അമ്മയെ സഹായിച്ചു കൊടുത്തു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഇപ്പോൾ സമയം 1:15, ഒരു 1:30 വരെയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് 1:30 തൊട്ട് പഠിക്കും. വൈകുന്നേരം ചായ ഇടണം. രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാം. എൻ്റെ പഠിക്കണത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സയൻസ് ഇത്രയും തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ കുറച്ച് അടുക്കള ജോലിയൊക്കെ കൂടുതലുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണ്ട, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സയൻസ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാം. എന്നിട്ട് ബാക്കി ജോഗ്രഫി, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇതെല്ലാം പഠിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളമാണ് പഠിക്കണം. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മലയാളം. ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്നാണ് തുടങ്ങിയത്, 8-ാം തീയതി ജൂലൈ. അപ്പോൾ ഇത്രയും ഇങ്ങനെ ജസ്റ്റ് ഈ ഇതിൽ തെറ്റ് ഞാൻ നോക്കൂല. അതായത് പദശുദ്ധി എടുത്തു കഴിഞ്ഞാൽ പദശുദ്ധിയിൽ തെറ്റ് ഭാഗം ഞാൻ നോക്കൂല. അതെങ്ങനെയാണോ തെറ്റായിട്ട് അവർക്ക് കൊടുക്കാമല്ലോ, അതുകൊണ്ട് അത് ഞാൻ നോക്കൂല. ശരി മാത്രം ഞാൻ എഴുതി പഠിക്കും. വളരെ കുറച്ച് പ്രാവശ്യം മാത്രം എഴുതി പഠിക്കും. അങ്ങനെ അതായത് ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. ഇനി ഇത്രയും കൂടെ ഇന്ന് എഴുതി പഠിക്കണം, ഇത്രയും. പിന്നെ എനിക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ തീർത്ത് പോകാനാണ് വിചാരിക്കുന്നത്. അതൊരു പ്രാക്ടിക്കൽ മെത്തേഡല്ല. നമ്മൾ ടഫായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും ഒരുമിച്ച് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മാസത്തേക്ക്, അതായത് ഇതിപ്പോൾ ജൂലൈ, അടുത്ത ഓഗസ്റ്റ്, പിന്നെ സെപ്റ്റംബർ 19 വരെ എൻ്റെ ബ്രദറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അവൻ പ്രിപ്പയർ ചെയ്യണോണ്ട് എനിക്ക് അടുക്കള ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടി വരണോണ്ട് എനിക്ക് സമയമില്ല. അപ്പോൾ സ്ട്രെസ് ചെയ്ത് ഭയങ്കരമായി തുടക്കത്തിൽ തന്നെ കയറി സ്ട്രെസ് ചെയ്താൽ ശരിയാവില്ല. 1ാം ഡിഗ്രി ലെവൽ എക്സാമാണ്, അത്യാവശ്യം പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണം, സ്ട്രെസ് ചെയ്യാതെ പഠിക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ഈസി ആയിട്ടുള്ളതും പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ച് തീർക്കാമെന്നാണ് ഈ 2 മാസത്തേക്ക് പ്ലാൻ ചെയ്തേക്കണം. അത് കഴിഞ്ഞായിരിക്കും ആക്ച്വലായിട്ട് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലും ആപ്പോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആപ്പ് എടുത്ത് വെച്ച് പഠിക്കണമെങ്കിൽ ഞാൻ അത് ഏത് ആപ്പാണ് എടുത്തേക്കണത്, എത്ര രൂപയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 9:40 ആയിട്ടുണ്ട്. ഞാൻ പോയി 6:30 ആയപ്പോൾ പോയതാണ്. ചപ്പാത്തി ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. അമ്മ പരത്തി തന്നു ചപ്പാത്തി, ബാക്കി ഞാൻ ഉണ്ടാക്കി. ചപ്പാത്തി, ഗ്രീൻ പീസ് കറി, പിന്നെ ദോശ എല്ലാം ഉണ്ടാക്കി. ദോശയും ഗ്രീൻ പീസും ഞാൻ കഴിച്ചു. ഇപ്പോൾ ഒരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വടയൊക്കെ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. പിന്നെ വിശപ്പില്ല, നല്ലൊരു വട വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ഓക്കെ. പിന്നെ ഇനി കുറച്ച് നേരം കൂടി മലയാളം പഠിക്കും. എനിക്ക് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ടാരോ റീഡിംഗ് ഒക്കെ കാണാനാണ് ഇഷ്ടം. ഇന്ന് ഞാൻ 2 ബ്രേസ്ലെറ്റ് പോലത്തെ സംഭവത്തിന് ആംഗ്ലെറ്റാണ്, അതിന് ഓർഡർ കൊടുത്തു. നല്ല പൈസയാണ് എനർജൈസ് ചെയ്തതിന്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, 200-300 രൂപയുടെയൊക്കെ. എനർജൈസ് ചെയ്തത് വാങ്ങിച്ചിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 10-15 ദിവസത്തിനകത്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കും ടാരോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് പഠിക്കാനും നല്ല പൈസയാണ്. അതുപോലെ തന്നെ പഠിച്ചാലും നമുക്കത് കറക്റ്റായിട്ട് ചെയ്യണ്ടേ, അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻഡ്യൂഷനൊക്കെ കറക്റ്റായിരിക്കണം, എനർജിയൊക്കെ കറക്റ്റായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഒരു കോഴ്സ് എടുത്തു, ചിലപ്പോൾ ഒരു കോഴ്സും കൂടിയൊക്കെ എടുക്കും. അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നിനി
കുറച്ച് നേരം കൂടി മലയാളം പഠിക്കും. പദശുദ്ധിയാണ് പഠിക്കുക, അതായത് കറക്റ്റ് വേർഡ് ഉണ്ടല്ലോ അതാണ് പഠിക്കുക. അതിൽ തെറ്റ് നോക്കില്ല, ശരി മാത്രം കുറച്ച് നേരം എഴുതി എഴുതി പോവും, 5-10 വട്ടം ഓരോ വാക്കും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി കുറച്ചുകൂടി എഴുതിയിട്ട് നിർത്തും. ഇപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യും, ഒരു അരമണിക്കൂർ, 10-10:30 വരെയൊക്കെ. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പഠിക്കുക. കുറച്ച് നേരം പഠിച്ചിട്ട് നിർത്തും, പിന്നെയും കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അതായിരിക്കും മിക്കവാറും ഇന്നത്തെ പരിപാടി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വ്ളോഗ് ഈ ഒരു കുഞ്ഞി വ്ളോഗാക്കി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതലും സ്റ്റഡി അപ്ഡേറ്റ്സ് ആയിരിക്കും തരിക. ചിലപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തില്ല എന്ന് വരും. കൂടുതലും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പം വ്ളോഗുമായിട്ടൊക്കെ വരാം. എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിടാം വ്ളോഗൊക്കെ പറ്റുമെങ്കിൽ. അങ്ങനെ നിർത്തിപ്പോണ അങ്ങനെയല്ല, എന്നാലും പറ്റുമ്പോൾ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.